ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിയ ഫാൻറ്റസി. ഇന്ന് ഞാൻ കളിക്കാൻ പോണത് ഇതിൻ്റെ മുന്നേ ഈ ഗെയിം നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണാൻ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ നെക്സ്റ്റ് ടൈം ഏത് ഗെയിമാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഗൈസ്, ഇതാ നമുക്ക് ആ പിങ്ക് സാധനം പുറത്തുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, കോയിന് ഇതിലും ഗോൾഡൊക്കെ കളക്ട് ചെയ്യണം. ഞാൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഇട്ടിന്ന്, പക്ഷേ അത് കോപ്പിറൈറ്റ് കിട്ടി. ഇതിപ്പോൾ അതാ ഗൈസ്, നമുക്ക് ഇതിൽ ഈ ടി വിയിൽ നമുക്ക് ലിയ ഫാൻറ്റസി കാണാം കേട്ടോ. അതിന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ താങ്ക് യു ഗൈസ്. ഗൈസ്, നെക്സ്റ്റ് ടൈം ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. യെസ് ഗൈസ്, ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 2 എത്തിയിട്ടുള്ളൂ. ഇതാ ഫുള്ള് പിങ്കാണ്, നല്ല രസമുണ്ട്. ഇനി നമുക്ക് അടുത്തും കളിക്കും ഗൈസ്. നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല, സബ്സ്ക്രൈബ് ബട്ടനാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേ. ഒരു സ്റ്റേജ് 6 എത്തിയിട്ട് സ്റ്റേജ് 67 എത്തിയിട്ട് കാണാം. ജസ്റ്റ് ഗൈസ് വെറുതെ പറയാണ്. ഒരു സ്റ്റേജ് 7 എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ സ്റ്റേജ് 7 എത്തിയിട്ടുണ്ട്. സ്റ്റേജ് 8 എത്തിയിട്ടുണ്ട്. ആ മറ്റേ അടുത്ത ലാവായിരുന്നു. പിന്നെ നമ്മൾ ഒരാളെ ട്രോൾ ചെയ്തിരുന്നു. അതിൻ്റെ അടുത്ത് ട്രോൾ എന്ന് വെച്ചാൽ അവന് ക്രോസ് ചെയ്യുന്ന മറ്റേ ബ്രോക്കൺ ഇതുണ്ടാവില്ലേ, ആ സാധനം ബ്രിക്ക് നടക്കുന്നു. ആ ബ്രിക്ക് ഞാൻ അതിന് ഓൾറെഡി ചാടിയിട്ട് പിന്നെ അവന് ചാടുമ്പോൾ അത് ഓൾറെഡി പൊട്ടും. അതിൽ ഞങ്ങൾ ട്രോൾ ചെയ്തു. ഞങ്ങളിങ്ങനെ അപ്പോൾ എന്താ പറയുക ഗൈസ്, നിങ്ങളെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, ഈ ഭാഗം കുറച്ച് പണിയാണ്. കാരണം ഈ ഭാഗത്ത് നമ്മൾ നല്ല സ്ലോ ആയതുകൊണ്ട് തന്നെ പ്രശ്നമാണ്. നമുക്ക് കുറച്ച് സ്പീഡ് വേണം. സ്പീഡ് ഡ്രിങ്കൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയായിരുന്നു നന്നായിരുന്നു. യെസ് ഗൈസ്, മറ്റേ പിങ്ക് സാധനത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാസ് കാണിക്കണം എന്തായാലും. ഗൈസ്, ആദ്യം കോയിന് കളക്ട് ചെയ്യാം, എന്നിട്ട് ഈ സാധനങ്ങൾ നോക്കാം. ഇത് നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. വേഗം പോവാൻ നമുക്ക് ഈ കോയിൻ എടുത്തിട്ട് പോകാം. യെസ് ഗൈസ്, നമ്മുടെ മാസ് ഇപ്പം വീണിന് ഗൈസ് ഇവിടെ നമ്മൾ പ്രോ ആണ് കേട്ടോ ഗൈസ്. നമ്മൾ മാസ് കാണിക്കാൻ നോക്കിയതാണ്, പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഗൈസ്. ഒന്നും കൂടി നോക്കാം. ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പോയി ഗൈസ്. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ മാസ് കാണിക്കും. യെസ് ഗൈസ്, ഇപ്പം നമുക്ക് പറ്റും. പിന്നെ നമ്മൾ മൂഞ്ചി. ഇപ്രാവശ്യം എന്തായാലും പറ്റും ഗൈസ്. ഇപ്രാവശ്യം പറ്റിയില്ലെങ്കിൽ മറ്റേ ഇതിന് പേരെന്താണ്, ഈ പിങ്ക് സാധനം നമ്മൾ പിടിക്കും. ഇപ്പോൾ പറ്റും എന്തായാലും. യെസ് ഗൈസ്, ഇപ്രാവശ്യം പറ്റിയിട്ടുണ്ട് നമുക്ക്. ഇപ്രാവശ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഭാഗ്യം ഗൈസ്, അല്ലെങ്കിൽ നമ്മളിനി ഈ ഗാർഡ് പിടിക്കുമായിരുന്നു നമ്മളെ. യെസ് ഗൈസ്, നമുക്ക് ഈ സാധനം നേരത്തെ തന്നെ ഓണാക്കി വെക്കാം. അപ്പോൾ നമുക്ക് വേഗം ചാടാൻ പറ്റുമല്ലോ ഗൈസ്. ഇതെടുക്കാൻ പോകുന്നു, മേലേക്ക് പോയാൽ അത് നോ ഗൈസ്. നമ്മൾ വീണ്. വെയിറ്റ്, ഇത് അടിപൊളി ട്രിക്കാണല്ലോ ഗൈസ്. നമ്മൾ വീണപ്പോൾ തന്നെ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ്. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്രിങ്ക് കുടിച്ചിട്ട് ഇപ്രാവശ്യം ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ പോവാം ഗൈസ്. ഇതിൽ ഞാൻ ജയിക്കുമെന്ന് വിചാരിക്കേണ്ടത് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പ്ലീസ് ഗൈസ്. ഞാൻ കുറേ വട്ടം പറയുന്നുണ്ട്, പക്ഷെ ആരും ചെയ്യണമൊന്നുമില്ല ഗൈസ്. നമ്മളുടെ 6 ഡേയ്സൊക്കെ ഉള്ള 6 ഡേയ്സിന് മുന്നേ ഉള്ള വീഡിയോസിനൊക്കെ കുറച്ച് ലൈക്കുള്ളൂ, വ്യൂസും കുറച്ചുള്ളൂ, ലൈക്ക് 3 അത്രയൊക്കെ ഉള്ളൂ. ഇപ്രാവശ്യമെങ്കിലും നമുക്ക് കുറേ കിട്ടണം. യെസ് ഗൈസ്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മളെ വായനെന്തോ വന്നിട്ടാ. പിന്നെ ഈ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് നന്നായിരുന്നു. നമ്മൾ ഇതുവരെയായിട്ടൊന്നും മേടിച്ചിട്ടില്ല. കാരണം ഇതിനൊക്കെ മാറ്റൊക്കെ മേടിക്കണം എന്ന് എനിക്കുള്ളത്. മാറ്റിനൊക്കെ 1000 ഒക്കെ നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് 100 മാത്രമേ ഉള്ളൂ ഗൈസ്. ഒച്ച കുറക്കാൻ പാട്ടൊരു രസമില്ല ഗൈസ്. ഗൈസ്, ഈ സ്ഥലത്ത് എന്താണെന്നൊക്കെ അറിയില്ല. ഇത് നോക്കിയിട്ടൊരു കാര്യമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വെറുതെ ഒരു രസത്തിന് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ പോകണം നോക്ക് ഗൈസ്. പിന്നെ എൻ്റെ അവതാർ പിന്നെയും ചെറുതായിട്ടൊന്ന് മാറ്റിയെന്നാണ് തോന്നുന്നത് ഗൈസ്. മാറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് റോബക്സുള്ള അവതാർ വേണമെങ്കിൽ നിങ്ങൾ റോബക്സ് ജസ്റ്റ് ഡൊണേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താലും മതി. അപ്പോൾ എനിക്ക് റോബക്സ് മേടിക്കാൻ പറ്റും. യെസ് ഗൈസ്, നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേജ് 13 ആയിരുന്നു തോന്നുന്നത്. ഇതിപ്പോൾ സ്റ്റേജ് 14 ആണ്. നമ്മളിപ്പോൾ ചാടിയ സ്റ്റേജ് 14 എത്തും. ഇവിടെ അല്ലേ ക്ലോസ് ദ വാൽവ്സ്? അല്ല ഗൈസ്, നമുക്ക് ഗൈസ് ഇവിടെ നമ്മൾ പ്രോ ആണ്.
ഇതിൽ നല്ല പ്രോ ആണ് നമുക്ക്. നിങ്ങളൊക്കെ പ്രോ ആണോ? ബ്രോ മാസാവാൻ നോക്കുമ്പോൾ അപ്പം നമ്മൾ വീഴും. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് കിട്ടും. പിന്നെയും ഗൈസ് ഇപ്രാവശ്യം നമുക്ക് പറ്റും, എന്തായാലും പറ്റും. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലും എന്തായാലും പറ്റും നമുക്ക്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പറ്റും. നോ ഗൈസ് ഇപ്രാവശ്യം തോറ്റാലും അപ്പം നമ്മൾ ഏലിയൻ ആണ്, ഹ്യൂമൺ അല്ല. യെസ് ഗൈസ് നമ്മൾ ഹ്യൂമൺ തന്നെയാണ്. നോ 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 ഒരു ഭാഗ്യം, നമ്മൾ ഹ്യൂമൺ തന്നെയാണ്, ഉറപ്പാണ്. നമ്മൾ ഏലിയൻ അല്ല ഗൈസ്. യെസ് ഗൈസ് നമ്മളിതപ്പോൾ ഗൈസ് നമ്മൾ ഹ്യൂമൺ തന്നെ അല്ലേ? നമ്മുടെ ഏലിയൻ്റെ മാച്ചിങ് അവതാരം തന്നെയാണ്. ഗ്രീൻ തന്നെയാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറ്. ഇപ്രാവശ്യം നമ്മൾ ജയിച്ചാൽ മതിയായിരുന്നു. ഓ ഭാഗ്യം ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം ഏലിയൻ അല്ല. ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്, നമ്മൾ ഏലിയൻ ആണോ ഹ്യൂമൺ ആണോ എന്ന്. നമ്മൾ തോറ്റോണ്ട് തന്നെ നമ്മൾ ഏലിയൻ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഫുള്ള് ഏലിയൻ്റെ ഇതായിരിക്കും. ഓക്കെ ഗൈസ് ഫുള്ള് പിങ്കാണ് ഇപ്പോൾ ഇവിടെ. എല്ലാത്തിലും പിങ്ക് തന്നെയാണ്. ഇത് നല്ല പണിയുള്ളതാണ്. ഇതിൽ ജയിച്ചാൽ നമ്മൾ പ്രേതാണ്. അല്ല നമ്മൾ ഇതിൽ തോറ്റാൽ ഗൈസ് അപ്പം നമ്മൾ പ്രേതാണ്. ഒന്നും കൂടി ചെയ്ത് നോക്കാം. അതാ പിന്നെയും തോറ്റു നമ്മൾ പ്രാതല്ല. ഈ ഭാഗം സ്കിപ്പ് ചെയ്യണമെന്നുണ്ട്. സ്കിപ്പ് ചെയ്താൽ പിന്നെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ നല്ല പണിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യണില്ല. യെസ് ഗൈസ് പിന്നെ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ് ഇപ്പോഴൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് പറയാൻ നിൽക്കായിരുന്നു, പക്ഷെ പോയിട്ടില്ല. ഗൈസ് ഇതാ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ പോകട്ടാ. യെസ് ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഇതേപോലത്തെ ഓബി കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഭാഗത്ത് നമ്മൾ ആദ്യം താഴത്തത്തെ പോയിട്ട് ചെയ്യാം. ഈ ഭാഗത്ത് ആദ്യം ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ താഴത്ത് തന്നെ ഉള്ളത് അടുത്ത ചെയ്യാം. അപ്പോൾ പിന്നെ എന്നിട്ട് നമ്മൾ ഡെഡ് ആകുമ്പോൾ പിന്നെ നമ്മൾ വേഗം മേലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാം. യെസ് ഗൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാടാം. വീണില്ലേ? വീണിപ്പോൾ വീണിട്ടാ. ഓക്കെ അപ്പോൾ എല്ലാതും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം ക്ലോസ് ചെയ്യാനുള്ളൂ. ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വേഗം പോകാം. യെസ് ഗൈസ് അതും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കൂടെയൊക്കെ കയറി പോയിക്കൂടെ? അല്ല വേണ്ട, കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. റിസ്ക് വെച്ചാൽ ചെയ്യാൻ പറ്റാത്തൊരു പണി. നമുക്ക് മേലെ പോകാം. നമ്മൾ ഫുൾ യാപ്പിംഗ് ആണ്. ഇത് അടുത്ത ലെവൽ എത്തിയിട്ടുണ്ട്, അല്ല അടുത്ത സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് ഈസിയാണ്. ജമ്പ് ജമ്പ് ജമ്പ്. ഓക്കെ ഇതൊക്കെ നല്ല ഈസിയാണ് ഗൈസ്. ഇപ്പം ഇതിനൊരു പേടിക്കേണ്ട ആവശ്യമില്ല. യെസ് ഗൈസ് നമ്മളിപ്പോൾ എത്തും. യെസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഏത് സ്റ്റേജാണ്, എങ്ങനത്തെ ടൈപ്പ് സ്റ്റേജാണെന്ന് നമുക്കറിയില്ല. എന്തത്? ഓ ഗൈസ് ഈ സ്റ്റേജിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്രാവശ്യം എന്തായാലും മൂഞ്ചില്ല, കാരണം ഇതിൽ മൂഞ്ചാലില്ല. കണ്ട ഈ സ്റ്റേജ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ ഈസി സ്റ്റേജ് മാത്രമേ ഇഷ്ടമുള്ളൂ. നമ്മൾ ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതെന്താ? ഓ ഗൈസ് പിങ്ക് ദ ഷെഫ് എന്നാണ് ഇതിൻ്റെ പേര്. റൈറ്റ് യെസ് പിങ്ക് ദ ഷെഫ് എന്ന് തന്നെ ഇതിൻ്റെ പേര്. നമുക്ക് വേഗം പോയി ഫുഡ്സ് ഒക്കെ എടുക്കാൻ. നമ്മൾ നല്ല സ്ലോ ആണ്. ഇത് വന്ന പ്രത്യേകിച്ച് സ്ലോ ആണ് നമ്മൾ, അല്ലെങ്കിലേ നമ്മൾ നല്ല സ്ലോ ആണ്. പിന്നെ ഇത് വന്നാൽ അതിനേക്കാളും സ്ലോ ആണ്. ഗൈസ് പർപ്പിൾ കളർ ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പർപ്പിൾ കളർ ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ തോൽക്കുമോ? കണ്ണൊക്കെ രണ്ട് വെടിവെക്കാം. നമ്മളിപ്പോൾ തോൽക്കും. ചെറുതായിട്ടൊന്ന് തോറ്റിട്ടുണ്ട് നമ്മൾ, എന്നാലും കുഴപ്പമില്ല. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ജയിക്കും. നമുക്ക് ഹെഡ് ഷോട്ടാണ് എടുക്കണം. സ്നൈപ്പറായിട്ട് നമ്മൾ റൈവൽസിൽ സ്നൈപ്പറായിട്ട് കളിക്കണ പോലെ. നമ്മളെ മേത്തക്ക് ഇത് റെഡ് സ്ട്രോബെറി ആണെന്നാണ് തോന്നുന്നത്. കറിയുണ്ട് സ്ട്രോബെറി കെച്ചപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ പർപ്പിൾ ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് പർപ്പിൾ ഫുഡ് കാണുന്നത് കേട്ടോ. എന്തൊരു പർപ്പിൾ ഫുഡ് നമ്മളെ മേത്ത് കറിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലെവൽ ഏതാണ്? യെസ് ഗൈസ് നെക്സ്റ്റ് ലെവൽ കുറച്ച് ഹാർഡ് ലെവലാണ്. ഹാർഡ് ലെവൽ വെച്ചാൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ഹാർഡാണ്, അല്ലാതെ ഈസി ലെവലാണ്.
ഓക്കെ ഗൈസ് നമുക്ക് കീന്ന് കോയിന് ഗൈസ് ആ വ്യൂ നിങ്ങൾ എടുക്കരുത്. യെസ് ഗൈസ് നമ്മൾ സ്ട്രേഞ്ചർ തിങ്സാ നമ്മൾ മറ്റേ ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയെന്ന്. ഇവൻ്റെ പേഴ്സണാലിറ്റി ചെയ്യണം, മറ്റേ ബ്ലാക്കിൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞാൻ പറയാൻ നിന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിതാ നമ്മുടെ ഗോൾഡ് കോയിൻ 659 ഗോൾഡ് കോയിനുള്ളത്. ഈ ലെവലിൽ ലേസറിൻ്റെ ലെവലാണ്. ഈ ലെവൽ നല്ല ഈസിയാണ്. ഇതിൽ ഞാൻ പ്രോ ആണ് ഗൈസ്. യെസ് ഗൈസ് ഫസ്റ്റത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ല പ്രോ ആണ്, ഞാൻ പറഞ്ഞ പോലെ നല്ല പ്രോ ആണ്. സെക്കൻഡും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി 2 കൂടി ഉള്ളൂ. നമ്മൾ അധികം പ്രോ ആയിരുന്നില്ല, കുഴപ്പമില്ല. ഇപ്രാവശ്യമെങ്കിലും നമ്മൾ ജയിച്ചോളൂ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രോ ആയിരിക്കൂല. നമ്മളത് വരുന്നതൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, മേലെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജ് ചെയ്താന്ന് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ സ്റ്റേജ് 21 ആണ്. ഓക്കെ ഗൈസ് ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി തോൽക്കാതിരുന്നാൽ മതി. മാസ് ഡയലോഗ് പറയുമ്പോഴാണ് തോൽക്കൽ. പ്രാവശ്യം പറയാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ് എത്തിയിട്ടുണ്ട്. വാ ഗൈസ് ഈ കറുപ്പ് ക്യാരക്ടർ ഇവനല്ലേ? നമ്മൾ പാർക്കർ ക്യൂനായതുകൊണ്ട് ഇവിടെ ചാടാം. ചെറുതായിട്ട് വീണ്ടും മൂഞ്ചിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പ്രാവശ്യമെങ്കിലും പോവാം. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്കറിയില്ല. ആ ബട്ടൺ, റെഡ് ബട്ടൺ ചിലപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ആയിരിക്കും. ഇതൊന്നും എടുക്കാൻ പറ്റാതെ ഗൈസ്. ഇവിടെ ചാടി ഇതിൻ്റെ മേലെ ചാടിയിട്ട് എടുക്കാം. നമ്മളിപ്പോൾ വീഴും. അതാ വീഴും. ഇപ്രാവശ്യം നമ്മൾ ജയിക്കും. ഇത് ഈസി ലെവലല്ലേ? വെയിറ്റ് ഗൈസ്, നെക്സ്റ്റ് ആണ് മാസ് ലെവൽ വരുന്നത്. ആ ലെവൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. മാസ് ലെവലാണ്. മറ്റേ റോബോട്ട് പിങ്ക് സാധനം, അതിൻ്റെ പേരൊന്നും അറിയില്ല. പിങ്ക് ദ റോബോട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇതെടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഗൈസ് പോകാൻ പറ്റൂലേ? ഗൈസ് മാസ് ലെവലാണ്. ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യണത് പിങ്ക്സ് എന്തോ ഒരു റോബോട്ടാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈങ് കാർപ്പറ്റ് അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കണം, റോബക്സ്. മാസ് ലെവൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറയണത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. അത് മീൻസാണ് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ സാധനമൊക്കെ വരുന്നത് നല്ല പൊട്ടയാണ്. പിന്നെയും ഗൈസ് ഇത് നല്ല ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യമാണ്. തോൽക്കാതെ എന്നാൽ മതിയെന്ന്. കാരണം നമ്മുടെ ഹെൽത്ത് അധികം നല്ലതല്ല എന്നാണ് തോന്നുന്നത്. അല്ല, ഹെൽത്ത് അടിപൊളി തന്നെയാണ്, പക്ഷേ ഇത് നല്ല പവർ ഉണ്ടായതുകൊണ്ടാണ് അധികം ആവില്ല. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാം. ഇനി നമ്മൾ വണ്ടി എടുത്ത് ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ട് പോവാം. ഇതിലെന്തെങ്കിലും കാടെന്തെങ്കിലും വെക്കണം. നമ്മളെ പിങ്ക് കാറാണിത് ഗൈസ്. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് പോകണം. ഇവിടുന്ന് നമ്മൾ മാസമായിട്ട് പോകാം ഗൈസ്. നമ്മൾ തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യണം. കുറച്ച് നേരത്തെയാണ് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം ഗൈസ്. ഡ്രിഫ്റ്റ് ആർക്കൊക്കെയാണ് ഡ്രിഫ്റ്റിങ് ഇഷ്ടം കമൻറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ വണ്ടി അത്ര നല്ലതല്ല ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാസമാവാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി സ്പോർട്സ് കാറൊക്കെ വേണം ഗൈസ്. ഇനി അത്രയും അവിടെ നടക്കണം. അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് തന്നെ പോവാം. അപ്പോൾ പാട്ടുമുണ്ടല്ലോ അതിൻ്റെ കൂടെ, അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വേഗം പോകണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വർത്തമാനം പറയാനൊന്നും ഇല്ല, പക്ഷെ എന്തായാലും വർത്തമാനം പറയണം. അല്ലെങ്കിൽ നമ്മൾ കോപ്പിറൈറ്റ് നേരെ വരും. ഗൈസ് നമുക്ക് ഇതിൻ്റെ മേലെ ചാടി പോവാം. നമുക്കിപ്പോൾ ബ്ലോക്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മേലെ തന്നെ ചാടി പോവാട്ടോ. ചെക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ സ്കൈമ്മ ചാടി പോണ്? അവൾക്കറിയില്ലേ ബ്ലോക്സ് എടുക്കണം എന്ന്. കണ്ടിട്ട് സ്കൈൻ്റെ പോലെ ചാടും, സ്കൈൻ്റെ അവിടെ ചാടുന്ന പോലെയാണ്. ഇനി ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ. ഒന്നുകൂടി ഇത് നോക്കാം. യെസ് ഗൈസ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഭാഗം നല്ല പണിയാണ്, പക്ഷേ പിന്നെ എന്തായാലും ചെയ്യണം. യെസ് ഗൈസ് ഇവിടെ അറ്റാക്ക് ചെയ്യാം. അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അവൾ വീഴും. നോ ഗൈസ് നമ്മൾ വീണിട്ടുണ്ട്. ഓളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോയത്, പക്ഷെ നമ്മൾ വീണിട്ടുണ്ട് ഗൈസ്. ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഒന്നും കൂടി അല്ല, നമ്മൾ എന്തായാലും ഇവിടെ വരെ എത്തിയല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് പിന്നെ നിർത്തുന്നത്? വേഗം ചെയ്യാം ഗൈസ്. അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ നെക്സ്റ്റ് ടൈം അവിടെ പോകാം. ഓക്കെ നമ്മൾ എത്തി. നോ ഗൈസ് അതിൻ്റെ ഇടയ്ക്കന്നെ നമ്മൾ വീണിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ചെയ്യണം. ഇത്രയും പണിയുള്ള ഹോബി നമ്മൾ ഒന്നുകൂടി ചെയ്യണം. എത്ര പണിയുള്ളതെന്ന് വെച്ചാൽ ഓരോ ഹോബി കാണുമ്പോഴും നമ്മൾ തോൽക്കണതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പൊട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. A few minutes later. ഗൈസ് ഒന്നുകൂടി നോക്കാം നമുക്ക് ഇപ്രാവശ്യം പറ്റുമെന്ന്.
ഇപ്രാവശ്യം പറ്റിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യേണ്ടി വരും. നോ ഗൈസ്, പിന്നെ നമ്മൾ വീണ്, പക്ഷെ ഇപ്രാവശ്യം വീണത് പുറത്താണ്. കുഴപ്പമില്ല, ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടില്ലേ ഈ ഭാഗത്ത് ചാടിയിട്ട് ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം ജയിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ജയിക്കാത്തത്. നിങ്ങളിപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പ്ലീസ് ഗൈസ്. ഗൈസ് ഇപ്രാവശ്യം എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ലൈക്സും സബ്സ്ക്രൈബും ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യെസ് ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം, ഈ കോയിൻസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം, വേഗം കളക്ട് ചെയ്യണം. യെസ് ഗൈസ്, നമുക്ക് കുറേ കോയിൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കുറേന്ന് വെച്ചാൽ അധികമൊന്നും ഇല്ല. ഇപ്പോൾ 777 കോയിൻസ് ഉണ്ട് നമുക്ക്. അല്ല ഗൈസ്, അപ്പോൾ ആയിരുന്നു 777 ആയിരുന്നു. ഇപ്പം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 900 ആയാൽ മതിയായിരുന്നു. അല്ല, ആവൂല ഗൈസ്. നമുക്ക് ഒന്നും കൂടിയും കളിച്ചാൽ ആവും, പക്ഷെ ഇപ്പോൾ ആവൂല, കാരണം ഇനി കുറച്ചും കൂടി ഉള്ളൂ. യെസ് ഗൈസ്, 889 കോയിൻ ഉണ്ട്. യെസ്, ഗോൾഡ് കോയിൻ, നോർമൽ കോയിൻ അല്ല, ഗോൾഡ് കോയിൻ. വോ ഗൈസ്, നമ്മളിതാ ഹെലികോപ്റ്ററിൽ പോവുകയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോണത്, അല്ല സെക്കൻഡ് ടൈമാണോ? ഈ വീഡിയോയിലൊക്കെ തോന്നുന്ന ഫസ്റ്റ് ടൈമാണ്, പക്ഷേ ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. സ്റ്റിച്ച് പേഴ്സണാണ്, അത് നല്ല ഈസി ആയിരുന്നു, ചെറുതായിട്ട് ഈസി ആയിരുന്നു. അതിന് ഗ്ലിച്ചും ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പെട്ടെന്ന് തോറ്റു ഗൈസ്. പിങ്ക് സാധനതാ, ഇത് നമുക്ക് അറ്റാക്ക് ചെയ്യാം, ഹെഡ് ഷോട്ട് ചെയ്യാം സ്നൈപ്പറായിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ.